ഹലോ. ഞാൻ കുറേ സമയം കൊണ്ട് ഇതെടുക്കാൻ നോക്കിയാണ്. ഹലോ എനിക്ക് ശരിയാവതില്ല. എന്ത് പറഞ്ഞിട്ടും എനിക്ക് ആ ഹലോ വരുമ്പോൾ ജോർജ് സാറിൻ്റെ ഒരു ടോൺ ഇങ്ങ് കയറി വരും. അതുമല്ല ഇവിടെ അത്യാവശ്യം ബഹളമൊക്കെ ഉള്ള ഒരു സമയമാണ്. അപ്പുറത്ത് വീട്ടിൽ പാട്ടിട്ടിരിക്കുന്നു, പുറത്ത് കാക്ക വിളിക്കുന്നു, പൂച്ചാണ്ടി വിളിക്കുന്നു, പോരാത്തതിന് എന്നും ഇല്ലാത്തവനൊക്കെ JCB ഒന്ന് വീണ്ടും ഫ്രണ്ടിൽ കിടപ്പുണ്ട്. അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഞാനിപ്പോൾ എന്താ പറയാൻ വന്നതെന്ന് വെച്ചാൽ ബിഗ് ബോസ് എവിടെ തിരിഞ്ഞാലും ബിഗ് ബോസ് ആണ്. യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ഷോർട്സ്, റീൽസ്, പോസ്റ്റ്, സ്റ്റോറീസ്, അങ്ങനെ എല്ലാം ബിഗ് ബോസ് ആയിട്ടാണ് നമുക്ക് ഫീഡ്സിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കാണാത്ത ആൾക്കാരുണ്ട്, ഇഷ്ടമല്ലാത്ത ആൾക്കാരുണ്ട്. ഇതൊക്കെ എന്തിനാ കാണുന്ന വേറെ പണിയില്ലേന്ന് ചോദിക്കുന്നവരുണ്ട്. കാരണം എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്. ഞാൻ സീസൺ 1 തൊട്ട് ഇപ്പോൾ 7 വരെ നിർത്താതെ കണ്ടിട്ടുള്ള ഒരാളാണ്. ഒരെണ്ണം പോലും മിസ് ചെയ്തിട്ടില്ല. അന്ന് മുതൽ എനിക്ക് ഒരുപാട് പേഴ്സണൽ ഫേവറേറ്റ്സ് ഒക്കെ ഉണ്ട്. ഒരുപാട് അഡിക്ഷൻ തോന്നും. അത് നമ്മൾ ഉള്ളിലോട്ട് എടുക്കാതിരുന്നാൽ കുഴപ്പമില്ല. പിന്നെ എന്താ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഓരോ സീസണിലും കപ്പടിക്കുന്നവരെക്കാളും ആ സീസണെ കണ്ടന്റ് കൊടുത്തവരുടെ പേരിലായിരിക്കും അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ സീസൺ കണ്ടന്റ് കൂടുതൽ കൊടുത്തത് അനിമോളാണ്. അനിമോളുടെ പേരിൽ അറിയപ്പെടും. 6 ആസ് യൂഷ്വൽ ഗബ്രി ജാസ്മിൻ കോംബോ ആണ് നമ്മൾ ആദ്യം ഓർക്കുന്ന. 5 അഖിൽമാരാർ ശോഭ കോംബോ, നാദിറ, ഇവരെയൊക്കെയാണ് നമ്മൾ പെട്ടെന്ന് ഓർക്കുന്നത്. അതിന് മുന്നേ ഉള്ളതാണെങ്കിൽ റോബിൻ രാധാകൃഷ്ണൻ, ആളുടെ പേരില്ല, റോബിൻ രാധാകൃഷ്ണൻ, റിയാസ്, ദിൽഷ, ബിളസ്ലി, ഇത്രയും പേരാണ് നമ്മൾ കൂടുതൽ ഈ കപ്പടിക്കുന്നവരെക്കാലം നമ്മൾ ഓർത്തിരിക്കുന്ന കുറച്ച് പേരുണ്ട്. ഈ സീസണെ കുറിച്ച് പറയുകയാണെന്ന് വെച്ചാൽ ഈ സീസൺ ഒരുപാട് ക്യാരക്ടർ അസാസിനേഷൻ നടന്ന സീസണാണ്. കുറേ ആൾക്കാരുടെ നെഗറ്റീവ്സ് മാത്രം ഇങ്ങനെ സംസാരിക്കുന്നു. ഓരോ എപ്പിസോഡിലും കഴിയുമ്പോൾ ആ ഗെയിമിനെ കുറിച്ച് ആ ഗെയിം റിലേറ്റഡ് ആയ കാര്യങ്ങളെക്കാളും മാത്രം ഒരുപാട് പേരുടെ ലൈഫിനെ വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് എപ്പോഴും പുറത്തോട്ട് ഇൻപുട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് കണ്ടന്റ് മേക്കറായിട്ട് നമുക്ക് അനുമോളെ തന്നെ പറയാം. പിന്നെ ഞാനിപ്പോൾ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് അതാണ് കേട്ടോ. പിന്നെ ഈ സീസണിൽ എനിക്ക് പ്രത്യേക ഒരാളുടെ ഒരു ഇഷ്ടം തോന്നാൻ പേടിയാണ്. കാരണം ഒരാഴ്ച പോലും വേണ്ട, 2 ദിവസത്തിനുള്ളിൽ അവർ എന്തെങ്കിലും പൊക്കൃത്തരം കാണിക്കുമ്പോൾ നമ്മൾ തന്നെ വിചാരിക്കും ഇത് എന്തിനു ചെയ്യാൻ പോണത്. അനിമോൾ എനിക്ക് ആദ്യം ഇഷ്ടമായിരുന്നു. അനിമോൾ നന്നായിട്ട് ബോൾഡായിട്ട് എല്ലാവർക്കും എതിരായിട്ട് നിൽക്കുന്നുണ്ടല്ലോ എന്ന് കരുതി. പിന്നെ ആ ബോൾഡ്നെസ് മറ്റൊരാളുടെ ലൈഫിനെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന രീതിയിലിട്ട് പുള്ളിക്കാർ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പം പിന്നെ കിച്ചണിലേക്ക് കയറുമ്പോൾ പേടിയാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ എന്താണ് ഇനി കാണിക്കാൻ പോണെന്നൊരു ടെൻഷനുണ്ട്. അങ്ങനെ ആ ഒരു രീതിയിൽ എനിക്ക് പയ്യെ ഒരു ഇഷ്ടം കുറഞ്ഞു. പിന്നെ അനീഷും അനിമോളാണ് ലീഡ് ചെയ്ത് നിൽക്കുന്നതെന്നറിയാം. അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ പേഴ്സണൽ എൻ്റെ അഭിപ്രായമാണ് പറയുന്നത്, ഈ സീസൺ ഒരു കോമണറുടെ പേരിൽ അറിയപ്പെട്ടാൽ അതൊരു ചരിത്രമാകും. അതുകൊണ്ട് എനിക്ക് ഇനി അനീഷിനെ പോലെ ഒരാൾ ഇത്രയും നാളും ഒരു കോമണർ എന്നുള്ള നിലയിൽ നിൽക്കുമോ, ആൾക്കാരുടെ മനസ്സ് പിടിച്ചടക്കുമോ എന്നൊന്നും അറിയാൻ പറ്റില്ല. അത് എന്ത് ഗെയിമോ ആയിക്കൊണ്ട് പോട്ടെ, പുള്ളിക്കാരൻ അങ്ങനെ നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് അയാളുടെ ഗെയിം തന്നെയാണ്. ആ ഗെയിം വിജയിച്ചത് തന്നെയായിട്ട് പറയാം. എൻ്റെ ഒരു ഗെയിം അനാലിസിസ് പറയാം. ഒരു ഗെയിമർ എന്നുള്ള രീതിയിൽ, അതായത് ബാക്കിയുള്ളവരെ ഇഷ്ടപ്പെടും മാതിരി ആദ്യം നമ്മൾ പറയില്ലേ സിനിമയിൽ വെറുത്ത് അവസാനം നമ്മൾ ഇഷ്ടപ്പെട്ടു എന്നുള്ളൊരവസ്ഥയിൽ അനീഷിനെ എത്തിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അനീഷ് നല്ലൊരു ഗെയിമറാണെന്ന് പറയാം. പിന്നെ അനിമോളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു കണ്ടന്റ് മേക്കറാണ്. അതായത് ആ ഒരു ഷോയ്ക്ക് ഒരു TRP കൊടുക്കും വിധം കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി അനിമോൾക്ക് പറ്റിയിട്ടുണ്ട്. അതെന്തോ ആയിക്കൊണ്ട് പോട്ടെ, ആ ഒരു രീതിയിൽ മാത്രം. പിന്നെ അക്ബർ എന്ന് പറയുന്നത് ഒരു വില്ലൻ റോളിലോട്ട് എത്തിപ്പോയതാണ്. എന്താണ് നിങ്ങൾ പോലും അറിയാതെ, എന്താ നമ്മൾ പോലും അറിയാം, നമ്മൾ അധോലകമായി ഷജിയേട്ടാന്നുള്ള അവസ്ഥയാണ്. പിന്നെ ചുമ്മാ ഒരു മാസമൊക്കെ ഇട്ട്, മാസം എന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ കോമഡി ആയിട്ടാണ് തോന്നുന്നത്. ആ ഒരു മാസം ഇട്ടിട്ട് ഒരു ഹീറോ പരിവേഷം നോക്കിയ ആളാണ്. ഒരു ഹീറോ എന്നുള്ള ലെവലിലാണ് എനിക്ക് ഷാനവാസിനെ തോന്നുന്നത്. പിന്നെ ഒരു ഗുഡ് എന്റർടൈനർ ആണ്, ഒരു BB മെറ്റീരിയലാണ് നെവിൻ. പിന്നെ ഈ ഷോയുടെ ഒരു അട്രാക്ഷൻ പോയിന്റ് ആണ് എനിക്ക് ആദില നൂറായി തോന്നിയിട്ടുള്ളത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ അവരൊരു ലെസ്ബിയൻ കപ്പിളാണ്. അവരുടെ ലൈഫ് എങ്ങനെ പോകുന്നു, അവർ എങ്ങനെയാണ് അവരുടെ റിലേഷൻഷിപ്പിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന് സംശയത്തോടെ ഉള്ളൊരു ഓഡിയൻസ് ഉണ്ട്. ആ ഓഡിയൻസിന് കുറച്ച് പേർക്കെങ്കിലും അവർ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ഗെയിമിൻ്റെ വിജയം തന്നെയാണ്. പിന്നെ നെഗറ്റീവ്സ് ആദില, നൂറ, ഷാനവാസ്, അക്ബർ, നെവിൻ, അനീഷ്, അനിമോൾ ഇവർക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷേ എല്ലാത്തിലും വെച്ച് നോക്കുമ്പോൾ ക്യാരക്ടർ അസാസിനേഷൻ, കുത്തിത്തിരിപ്പ്, പിന്നീന്ന് കുത്തുക, പിന്നെന്താ കക്കുക, ഇതൊക്കെ അത്യാവശ്യം ചെയ്യാതിരുന്ന് നന്നായിട്ട് പോയ ഒരു കണ്ടസ്റ്റന്റ്, നിൽക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് അനീഷാണ്. അതുകൊണ്ടാണ് റീഎൻട്രി വന്നതിൻ്റെ ഒരു സന്തോഷവും ആ ഒരു ക്ലെൻസിങ് ഒക്കെ ആർക്കുണ്ടാകുന്ന സപ്പോർട്ടും ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് അനീഷിനുണ്ടാകുന്നത്. പക്ഷേ ഇതെല്ലാം ചെയ്തിട്ടുള്ള ഒരാളായതുകൊണ്ടാണെന്ന് തോന്നുന്നത് അനിമോൾക്ക് അതെല്ലാം തിരിച്ച് കർമ്മ പോലെ കിട്ടിയത്. ആ ഒരു പ്രഷറാണ് അനിമോൾ അവിടെ അനുഭവിക്കുന്നത്. അത് കർമ്മയാണെന്നേ ഞാൻ പറയുള്ളൂ. അങ്ങനെ എല്ലാവരുമായിട്ട് പേഴ്സണൽ പ്രശ്നങ്ങൾ അനിമോൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് അനീഷ് വിൻ ചെയ്യണമെന്നാണ് ആഗ്രഹം.